ശ്രീമന്നാരായണീയം ദശക 23 ദക്ഷചരിതവും ചിത്രകേതു ഉപാഖ്യാനവും. ശ്ലോകം 11. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ത്വത്സേവനേന ദിദിരിന്ദ്രവദോദ്യതാപി താൻ പ്രത്യുദേന്ദ്ര സുഹൃദോ മരുദോഭിലേഭേ. ദുഷ്ടാശയേപി ശുഭദൈവ ഭവന്നിഷേവ തത്താദൃശസ്ത്വമവമാം പവനാലയേശ. കഴിഞ്ഞ 10 ശ്ലോകങ്ങളിൽ കൂടി ദക്ഷചരിതവും ചിത്രകേതുവിൻ്റെ കഥയും പറഞ്ഞു കഴിഞ്ഞു. ഇനി മരുത്തുക്കളുടെ ഉൽപ്പത്തിയാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ഇന്ദ്രനെ വധിക്കുവാൻ വേണ്ടി ഇവിടെ ത്വഷ്ടാവ് ഹോമം നടത്തി അതിൽ നിന്നൊരു പുത്രനുണ്ടായി, വൃത്രാസുരനായിട്ട് മാറി. ആ വൃത്രാസുരനെ ദേവേന്ദ്രൻ വധിക്കുകയും ചെയ്തു. ഇനി ദിതി, അസുരന്മാരുടെ മാതാവായ ദിതി ഇന്ദ്രനെ വധിക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമം, അതും ഇവിടെ വിപരീത ഫലമായിട്ടാണ് വരുന്നത് എന്ന് പറയണം. ദിതി ത്വത് സേവനേന, ത്വത് നിന്തിരുവടിയെ, സേവനേന സേവിച്ച്, ഇന്ദ്രവധോദ്യത അഭി ഇന്ദ്രനെ വധിക്കുന്നതിന് ഇവിടെ ഉദ്യത അഭി ഉദ്യമിച്ചുവെങ്കിലും ശ്രമിച്ചുവെങ്കിലും, പ്രത്യുത ഇന്ദ്രസുഹൃത ഇവിടെ നേരെ വിപരീതമായിട്ട് ഇന്ദ്രന്റെ സുഹൃത്തുക്കളായ താൻ മരുത, ആ മരുത്തുക്കളെയാണ് അഭിലേപേ ഇവിടെ ലഭിച്ചു. അഭിലേപേ എന്ന് പറഞ്ഞാൽ ലഭിച്ചു. അപ്പൊ മരുത്തുക്കളെയാണ് പുത്രന്മാരായിട്ട് ഇവിടെ ദിതിക്ക് കിട്ടിയത്. ദേവേന്ദ്രനെ വധിക്കുവാനുള്ള പുത്രനെയാണ് ദിതി ആഗ്രഹിച്ചത്. പക്ഷേ നേരെ വിപരീതമായിട്ട് ദേവേന്ദ്രന്റെ സുഹൃത്തുക്കളായിട്ടാണ് അവര് മക്കള് ജനിച്ചത്. ഒന്നിൽ കൂടുതൽ മക്കള് ഉണ്ടായി. ഇവിടെ ദിതി തൻ്റെ മക്കളായ ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും വിഷ്ണുവിനെ കൊണ്ട് കൊല്ലിച്ചത് ദേവേന്ദ്രനാണ് എന്ന് നന്നായിട്ട് അറിഞ്ഞിട്ട് ആ ദേവേന്ദ്രന്റെ നേരെ വളരെ കോപമുള്ളവളായിട്ട് മാറി. പിന്നെ ദേവേന്ദ്രനെ വധിക്കുവാനായിട്ട് ഒരു പുത്രനെ തനിക്ക് നൽകണമെന്ന് ഭർത്താവായ കാശ്യപ മഹർഷിയോട് അഭ്യർത്ഥിച്ചു. അതനുസരിച്ച് ഇവിടെ വ്രതഭംഗം വരാതെ 1 വർഷക്കാലം കാശ്യപ മഹർഷി ഉപദേശിച്ച പുംസവന വ്രതം അത് അനുഷ്ഠിക്കുവാനായിട്ട് ദിതിയോട് പറഞ്ഞു. അങ്ങനെ ആ വ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വ്രതത്തിന് ഭംഗം വന്നു ചേർന്നു. കാരണം ദിതിയുടെ അടുത്ത് ദേവേന്ദ്രൻ വേഷം മാറി വന്ന് ദിതിയെ വളരെയധികം പരിചരിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ദേവേന്ദ്രൻ ഇങ്ങനെ ഒരു അവസരം പാർത്ത് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ദിതി പതുക്കെ ഒന്ന് മയങ്ങിപ്പോയി. ആ സമയത്ത് ഇവിടെ ദേവേന്ദ്രൻ ദിതിയുടെ ഗർഭത്തിൽ കയറി ആ കുഞ്ഞിനെ, ഗർഭസ്ഥ ശിശുവിനെ വെട്ടിമുറിച്ചു. അപ്പോഴ് ആ കുഞ്ഞൻ വളരെയധികം ഉറക്കെ കരഞ്ഞു വിളിച്ചു. അപ്പൊ വേഗം ദേവേന്ദ്രൻ പറഞ്ഞു, സാരമില്ല, ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. വീണ്ടും അത് വെട്ടിമുറിച്ചു. അങ്ങനെ ആ ഗർഭത്തിലെ 49 ചെറിയ ചെറിയ മാംസപിണ്ഡങ്ങളായിട്ട് മുറിച്ചു എന്നാണ് പറയണത്. പക്ഷെ ആ 49 പേരും ഇവിടെ ജീവനോടുകൂടി ജനിച്ചു. അവര് ആണ് മരുത്തുക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവരെല്ലാം ദേവേന്ദ്രന്റെ സുഹൃത്തുക്കളായിട്ടാണ് വന്നത്. ഇവിടെ
ആ ഭഗവത് ഭക്തിയുടെ ഒരു മാഹാത്മ്യത്തെ കുറിച്ചാണ് വീണ്ടും പറയുന്നത്. ഇവിടെ ദേവേന്ദ്രനെ വധിക്കുവാൻ വേണ്ടിയിട്ട് ദിതി ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. എങ്കിലും ദിതിക്ക് അതിന് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ ഉണ്ടായിട്ട് ബുദ്ധിമുട്ട് തോന്നിയില്ല. ഒരു ദുഷ്ടമനസ്സോടു കൂടിയാണ് ദിതി ഭജിച്ചതെങ്കിലും ദിതിക്ക് വേറെ ദോഷങ്ങളൊന്നും സംഭവിച്ചില്ല. ഭഗവാൻ തന്നെ ഒരു ദുർവിചാരവും കൂടാതെ ഭജിക്കുന്ന എല്ലാവരെയും ഇവിടെ ഭഗവാൻ സംരക്ഷിക്കും. അപ്പോൾ ഇവിടെ മേൽപ്പത്തൂർ ഭഗവാനോട് പറയുകയാണ്, ഞാൻ ഒരു ദുർവിചാരവും കൂടാതെയാണ് ഭഗവാനെ ഭജിക്കുന്നത്. ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കാത്തത് മഹാകഷ്ടമാണ് എന്ന് ഭഗവാനോടൊരു ആവലാതി പോലെ പറയുകയാണ്. മരുത്തുക്കളുടെ കഥയാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി ദുഷ്ടാശയേ അഭി, ദുഷ്ടഹൃദയന് പോലും, ദുഷ്ടത നിറഞ്ഞ മനസ്സോടു കൂടിയവന് പോലും ഭവത് നിഷേവ, അവിടത്തെ സേവിക്കുന്നത്, നിഷേവ ഭജിക്കുന്നത് ശുഭദ ഏവ ഗുണമായിട്ടേ വരും. പവനാലയേശ ഗുരുവായൂരപ്പ തത്താദൃശ, അപ്രകാരമുള്ള ത്വം നിന്തിരുവടി മാം അവ, എന്നെ അവ രക്ഷിക്കണേ. മേൽപ്പത്തൂർ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം, ഗുരുവായൂരപ്പ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.